രണ്ടാം ക്ലാസ്സിലെ ഇൻ്റഗ്രേഷൻ ഫസ്റ്റ് ഡേ ഉത്ഗ്രഥനം ഒന്നാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. പ്രവർത്തനം 1. കുഞ്ഞുറുമ്പിൻ്റെ യാത്ര. തെളിഞ്ഞ ആകാശം, കാട്ടിലെ കാഴ്ചകൾ കാണണം. കുഞ്ഞുറുമ്പിന് മോഹം. കുഞ്ഞുറുമ്പിൻ്റെ മോഹം കാട്ടിലെ കാഴ്ചകൾ കാണാനായിരുന്നു. പച്ചിലക്കൂട്ടിൽ നിന്നും അവൾ പുറത്തിറങ്ങി. ഇളം കാറ്റ് വീശി, ഇലത്തുമ്പുകൾ ഇളകിയാടി. കാട്ടുപൂക്കളുടെ സുഗന്ധം. ഹായ്, പുൽക്കൊടിയിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളി. ഒന്ന് തൊട്ടാലോ? കുഞ്ഞുറുമ്പ് പതിയെ മുന്നോട്ടു നീങ്ങി. തൊട്ടു തൊട്ടില്ല. അവൾ കാലു തെറ്റി പുഴയിൽ വീണു. കുഞ്ഞുറുമ്പിന് പേടിയായി. അതാ ഒരു ഇല ഒഴുകി വരുന്നു. കുഞ്ഞുറുമ്പ് ഞൊടിയിടയിൽ അതിൽ കയറി. ഇല കുഞ്ഞുറുമ്പിനെയും കൊണ്ട് മുന്നോട്ടു നീങ്ങി. അവൾ നാലുപാടും നോക്കി. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പുഴയിൽ നീന്തിക്കളിക്കുന്ന മീനുകൾ. ഇലയിലിരുന്ന് കുഞ്ഞുറുമ്പ് ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചു. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. കുഞ്ഞുറുമ്പിൻ്റെ മോഹം എന്തായിരുന്നു? കാട്ടിലെ കാഴ്ചകൾ കാണുക എന്നായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇലത്തുമ്പുകൾ ഇളകിയാടിയത് എപ്പോൾ? ഇളം കാറ്റ് വീശിയപ്പോൾ. എല്ലാം ആ പാരഗ്രാഫിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉത്തരവും എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. ഇനി പുൽക്കൊടിയിൽ തിളങ്ങുന്നത് എന്താണ്? മഞ്ഞുതുള്ളി. അടുത്ത ക്വസ്റ്റ്യൻ, പുഴയിൽ വീണ കുഞ്ഞുറുമ്പ് രക്ഷപ്പെട്ടതെങ്ങനെ? രക്ഷപ്പെട്ടതെങ്ങനെയാ? പുഴയിലൂടെ ഒഴുകി വന്ന ഇലയിൽ കയറിയാണ്. ഇനി മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? മലനിരകൾ. ഇനി കുഞ്ഞുറുമ്പ് ഇലയിലിരുന്ന് കണ്ട കാഴ്ചകൾ എന്തായിരുന്നു? ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? കുഞ്ഞുറുമ്പ് ഇലയിലിരുന്ന് കണ്ട കാഴ്ചകൾ ഇതായിരുന്നു. എന്തൊക്കെയാണ്? 3 തെങ്ങുകളുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, മീനുകൾ നീന്തി കളിക്കുന്നു, 2 താറാവുകളുണ്ട്, തവളയുണ്ട്, ചെടികൾ, വീട്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ആ കണ്ട കാഴ്ചകൾ ആ ചിത്രത്തിൽ നോക്കിയിട്ട് എഴുതാം. അടുത്തത്, ഹൗ മെനി സീഡ്സ്? എത്ര വിത്തുകളുണ്ടെന്ന്. സീഡ്സ്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പീ സീഡ്സ് ഗിവൺ ടു ഈച്ച് ക്ലാസ് ടു മേക്ക് എ വെജിറ്റബിൾ ഗാർഡൻ. ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കി ക്ലാസ്സുകാർക്കും കുറച്ച് പയറിൻ്റെ വിത്ത് കൊടുത്തിരുന്നു. അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നാം ക്ലാസ്സിൽ പാക്കറ്റ് ഓഫ് 100, ഒരു പാക്കറ്റിൽ 100 വിത്താണുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാക്കറ്റ്. പിന്നെ പാക്കറ്റ് ഓഫ് 10, ഒരു പാക്കറ്റിൽ 10 വിത്താണുള്ളത്. അങ്ങനത്തെ 2 പാക്കറ്റ്. അപ്പോൾ 20 ആയില്ലേ? ഇനി നമ്പർ ഓഫ് വൺസ്, ഒറ്റയ്ക്ക് കൊടുത്തത് 6 എണ്ണവും കൊടുത്തിരുന്നു. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 100 + 20 + 6 126. രണ്ടാം ക്ലാസ്സുകാർക്ക് ഒരു പാക്കറ്റും പിന്നെ 3 വിത്തും. അപ്പോൾ 103. 100ഉം 3യും ആഡ് ചെയ്യുമ്പോൾ കൂട്ടി നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 100 + 3 103 എന്നാണ് കേട്ടോ. 103. ഇനി അടുത്തത് മൂന്നാം ക്ലാസ്സിൽ 100 + 9 പാക്കറ്റാണ് 90, പിന്നെ 5, അപ്പോൾ 195. പിന്നെ എത്രയാണ്? നാലാം ക്ലാസ്സിൽ 147. ഇനി റൈറ്റ് ദ നമ്പർ ഓഫ് സീഡ്സ് ദേ ഗോട്ട് ഇൻ ദ എസെൻഡിങ് ഓർഡർ. എസെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത് ആദ്യം എഴുതുക, എന്നിട്ട് വലുത് അവസാനം എഴുതുക. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുത് ആദ്യം എഴുതുക, ചെറുത് അവസാനം വരും. ഇത് എസെൻഡിങ് എന്നാണ് കേട്ടോ. ഏറ്റവും മുകളിലേക്ക് എസെൻഡിങ് ഓർഡർ. അപ്പോൾ 103, 126, 147, 195. ഇനി പ്രവർത്തനം 4. ചെടികൾ പലവിധം. കിഴങ്ങു നട്ടാൽ മുളച്ചിടും, ഇലയിൽ വെള്ളം നിൽക്കില്ല. ഗുണവും രുചിയും എനിക്കുണ്ടേ, ഞാൻ ആരെന്ന് ചൊല്ലാമോ? ഇലയിൽ വെള്ളം നിൽക്കാത്തത് ഏതാണ്? ചേമ്പലയാണല്ലേ, ചേമ്പ്. ഇനി അടുത്തത്, ഇല 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 നീളനില, ഊണ് വിളമ്പാം, അടയുണ്ടാക്കാം, മഴയിൽ ചൂടി നടന്നിടാം, ഇലയിൽ കേമൻ ഞാനാര്? ആരാണ്? വാഴയില. അടുത്തത്, വിത്ത് മുളച്ചുണ്ടാകുന്ന 3 ചെടികളുടെ പേരെഴുതുക. ഇഷ്ടമുള്ള ചെടികളുടെ എഴുതാം കേട്ടോ. വെണ്ട, തക്കാളി, മുളക്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം.
അടുത്തത് കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ആക്ടിവിറ്റി 5 ആണ് കേട്ടോ. പ്രവർത്തനം 5 കലണ്ടർ മാത്സ്. കംപ്ലീറ്റ് ദ മിസ്സിംഗ് ഡേറ്റ്സ് ഓൺ ദ മന്ത് ഓഫ് ജനുവരി 2024 ഇൻ ദ കലണ്ടർ. ജനുവരിയിലത്തെ കലണ്ടറിൻ്റെ ആണ് തന്നേക്കണേ. അപ്പോൾ നമ്മൾ പഠിക്കുക ജനുവരിയിൽ 31 ദിവസമാണ്, 31 ഡേയ്സാണ് ഉള്ളത്. ഡിസംബറിലും 31 ഡേയ്സാണ്. അപ്പോൾ ജനുവരിയിൽ 31 ദിവസം. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് ഏതാണ്? 22 കഴിഞ്ഞ് 23, 24, പിന്നെ 29 കഴിഞ്ഞാൽ 30, 31. ഓക്കെ. അടുത്തത് ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി. ജനുവരിയിൽ എത്രയാണ്? 31 ഡേയ്സ്. അടുത്തത് ഇഫ് ജാനുവരി 1, 2024 ഈസ് മൺഡേ, then what day will be December 28, 2023? 2023 ഡിസംബർ 28 ഏത് ദിവസമാണ്? തേഴ്സ്ഡേ ആണ് അല്ലേ. അടുത്തത് ഹൗ മെനി സാറ്റർഡേയ്സ് ആർ ദർ ഇൻ ദ മന്ത് ഓഫ് ജാനുവരി 2024? എത്ര സാറ്റർഡേ ഉണ്ട്? ശനിയാഴ്ചകൾ 4 സാറ്റർഡേയ്സ്. ഏതൊക്കെയാണ്? 6, 13, 20, 27. ഇനി ഫൈൻഡ് എ നമ്പർ പാറ്റേൺ ഫ്രം ദ കലണ്ടർ. ഇങ്ങനെ ഒരു നമ്പർ പാറ്റേൺ കലണ്ടറിൽ നിന്ന് എഴുതാൻ പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് എഴുതുന്ന നമ്പറുകളെയാണ് കലണ്ടർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോളം എഴുതുക, ഇഷ്ടമുള്ള കോളം. ഇപ്പോൾ അതേ ഞാൻ എടുത്തേണ്ടത് 1, 8, 15, 22, 29, അല്ലെങ്കിൽ 6, 13, 20, 27 താഴേക്ക് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ അതാണ് നമ്പർ പാറ്റേൺ ഫ്രം ദ കലണ്ടർ.